ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. അങ്ങനെ കാന്തപുരം ഉസ്താദ് ഇതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിമിഷപ്രിയ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നും ചെയ്യാനില്ല അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ കുറേ ആളുകൾ പറയുന്നു ഉസ്താദിന് ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ഉസ്താദൊക്കെ പിന്നെ വെറുതെ ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നതാണെന്നൊക്കെ പറയുന്നു. എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉസ്താദിന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം തന്നെ ഇവിടെ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഇടപെടാൻ പറ്റുന്നത്, അതുപോലെ എങ്ങനെയൊക്കെ ഈ ഒരു നിമിഷപ്രിയ വധക്കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ ആരൊക്കെയായിട്ട് സംസാരിക്കാൻ പറ്റുമോ, ആരൊക്കെയായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുമോ, അതൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു. അതുപോലെ വ്യക്തമായ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ വധക്കേസിൽ നിന്ന് പിന്നെ അന്നത്തെ ദിവസം ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. ആ ഡേറ്റിൽ നിന്ന് മാറ്റി തൽക്കാലം ഇപ്പോൾ തൂക്കിക്കൊല്ലണ്ട എന്ന് ഒരു വിധി വരുന്നതും ഉസ്താദ് കാരണം തന്നെയാണ്. പിന്നെ നിമിഷപ്രിയയുടെ വധക്കേസ് റദ്ദാക്കുകയും ചെയ്തതും ഉസ്താദ് കാരണമാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും അദ്ദേഹത്തിന് വേണ്ട എന്ന് അദ്ദേഹം പലവട്ടവും പല ആവർത്തിയും പല ചാനലിലൂടെയും അദ്ദേഹം അറിയിച്ചിരുന്നു. പക്ഷേ ചില ആളുകൾ അദ്ദേഹത്തെ തുടരെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി സർക്കാരാണ് ചെയ്യേണ്ടതെന്ന്. കാരണം കേന്ദ്ര സർക്കാർ പോലും കൈവിട്ട ഒരു കേസായിരുന്നു നിമിഷപ്രിയയുടെ വധക്കേസ്. ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ദിയാദനം വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിനി ഇടപെടാൻ പറ്റുള്ളൂ എന്ന് പോലും കേന്ദ്ര സർക്കാർ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. ആ ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഇങ്ങനെയൊരു നല്ലൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തത്. അതിനിടയിൽ ഒരുപാട് പിന്നെ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ നിമിഷപ്രിയ കൊന്ന ആ ഒരു യമൻ പൗരൻ്റെ ജ്യേഷ്ഠനുമായിട്ട് പിന്നെ അറബിയിൽ സംസാരിക്കുകയും പിന്നെ എന്താ പറയുക, നീ നിൻ്റെ പിന്നെ അനിയൻ്റെ ചോര വിറ്റ് കാശുണ്ടാക്കണോ എന്നുള്ള രീതിയിലൊക്കെ അവനെ വല്ലാത്ത രീതിയിൽ ദേഷ്യം പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയോ, നിമിഷപ്രിയ രക്ഷപ്പെടണം എന്നുള്ളതല്ല, കാന്തപുരം ഇവിടെ തോൽക്കണം എന്നതാണ് ഈ ഇടപെട്ട ആളുകളുടെയൊക്കെ ഉദ്ദേശം. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. ഇനി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കാരണം സർക്കാർ ഇടപെടലിൻ്റെ നിയമാവലികളൊക്കെ ചെയ്യേണ്ടത് സർക്കാരുകളും കേന്ദ്ര സർക്കാരുമാണല്ലോ. അപ്പം അതുകൊണ്ട് അവർ ചെയ്യട്ടെ. എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് ഉസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു മതമല്ല, അല്ലെങ്കിൽ ഒരു ചോരയല്ല, ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവളെ പിന്നെ എന്താ പറയുക, ഒരു മനസാക്ഷിയുടെ പേരിൽ അദ്ദേഹം രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി 100% രക്ഷപ്പെടുത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിനെ നമ്മൾ കാണാതെ പോകരുത്. ക്രെഡിറ്റ് ഒന്നും വേണ്ടെന്നേ, നമുക്ക് എന്തിനാണ് ക്രെഡിറ്റ്? അതല്ലാതെ തന്നെ ഇഷ്ടം പോലെ ആളുകളെ പിന്നെ രക്ഷപ്പെടുത്തുന്നു, അതുപോലെ ഒരുപാട് കുടുംബത്തിന് ജീവിതം നൽകുന്നുണ്ട്. ഇതൊന്നും ആരുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് അദ്ദേഹം പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഉസ്താദിൻ്റെ തീരുമാനത്തിനോട് ഞാനും യോജിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇനി പല രീതിയിലും അദ്ദേഹം പറഞ്ഞ ആ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് വീഡിയോസ് ഇനി വരാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഉസ്താദിന് ദീർഘായുസ് നൽകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഉസ്താദിന് എന്തോ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു വോയിസ് കൂടെ ഞാൻ കേട്ടു. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് പിന്നെ അദ്ദേഹത്തിനോട് വെറുപ്പുള്ള ഒരാൾ അങ്ങനെ ചെയ്തു എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. കാരണം അത് രാവിലെ തന്നെ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ചങ്ക് പടച്ചു. കാരണം ഒരിക്കലും ഉസ്താദിന് അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം. ബഹുമാനപ്പെട്ട ഉസ്താദിനെ വയ്യ എന്നറിഞ്ഞു, പക്ഷെ അത് സത്യമാണോന്നൊന്നും എനിക്കറിയില്ല. വെറുതെ നുണ അടച്ചു വിടുകയാണ് ഓരോ ആളുകൾ. ചിലപ്പോൾ പഴയ വീഡിയോസ് ആയിരിക്കും, ആ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6 മണിക്കൂർ മുന്നേ ഉസ്താദിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ കണ്ടതാണ്. എന്നിട്ട് ഉസ്താദിന് വയ്യ, ഹോസ്പിറ്റലിലാണ്, എല്ലാവരും ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളതും പറയാനുള്ളതും. നിങ്ങളെല്ലാവരും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. നന്ദി, നമസ്കാരം.